ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വ്ളോഗ് വീഡിയോ ആണ്. നമ്മുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടി ഒരു മോതിരം എടുക്കാൻ പോവാണ്. എൻ്റെ മൂന്നാമത്തെ നാത്തൂൻ്റെ കുഞ്ഞാവയാണ്. അവിടെ ഒരു നൂലുകെട്ടാണ് ഞായറാഴ്ച വരുന്നത്. കുഞ്ഞിന് ഒരു മോതിരവും പിന്നെ ഞങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് ത്രെഡ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, ചില്ലറ ഷോപ്പിങ്ങും. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ എൻ്റെ രണ്ട് നാത്തൂന്മാരും എൻ്റെ കൂടെ ഉണ്ട്. ഞാനും രണ്ടാമത്തെ നാത്തൂനോടെ പോവുക, മൂന്നാമത്തെ നാത്തൂൻ അങ്ങ് അവിടെ നിൽപ്പുണ്ട്. ഞാൻ രണ്ടുപേരോട് അങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ട് ബസ് കയറി പോവാണ്. എനിക്ക് ഏറ്റവും കെറുവായ ബസ്സുമാണ്. ഇതിൽ പോകുന്നത് എനിക്കിഷ്ടമല്ല, പക്ഷെ ഇപ്പോൾ നമുക്ക് പോയാൽ പറ്റൂ. നമ്മൾ ഫസ്റ്റ് പോകുന്നത് കുഞ്ഞിന് മോതിരം എടുക്കാനാണ്. ട്രിവാൻഡ്രത്ത് തന്നെ ചാല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ മോതിരം എടുക്കാൻ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് വരുന്നത് ട്രിവാൻഡ്രത്ത് വാഴമുട്ടാണ്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ചാല എന്ന സ്ഥലത്ത് വന്ന് ഈ ജ്വല്ലറിയിലാണ് നമ്മളെപ്പോഴും ഓരോ ജ്വല്ലറീസൊക്കെ എടുക്കാൻ പോകുന്നത്. ഇവിടെ നിന്നാണ്. അതെൻ്റെ രണ്ടാമത്തെ നാത്തൂന്നിരിക്കുന്നത്. പുള്ളിക്കാരി രണ്ടുപേരും സ്ക്രീനിലൊന്നും ഫേസ് തരില്ല, അവർക്കും ഇഷ്ടമല്ല. ഈ മോതിരമാണ് നമ്മളെടുത്തത്. അത് ടിന്നിലാക്കി ഇനി ഞാനത് കുസുമത്തിന് ഞായറാഴ്ച കൊടുക്കും. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കാര്യത്തിനാണ്. ത്രെഡ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പോകുന്നത്. അവർ രണ്ടുപേരും ഫ്രണ്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓട്ടോ വഴി, നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോ ഓട്ടോ പിടിച്ചിട്ട് ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഓട്ടോയിലൊക്കെ വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് രാമേന്ദ്ര എന്ന് പറയും, പുതിയ രാമേന്ദ്രയാണ്. ഇത് കറക്റ്റ് സ്പേസ് എവിടാന്ന് എനിക്കറിയത്തില്ല, പ്ലേസ് എവിടാന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മളകത്ത് കയറി ഇങ്ങനെയൊക്കെ ഒരു ക്ലിപ്പൊക്കെ ഇട്ടായിരുന്നു അവർ. നമ്മളങ്ങനെ അകത്ത് കയറി ഡ്രസ്സൊക്കെ ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. നല്ല കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. എപ്പോഴേലും ഒന്ന് ഇതിലൊക്കെ എടുക്കണം. അങ്ങനെ നല്ല കുറേ ഡ്രസ്സൊക്കെ നോക്കി അത് ഒഴുതൊക്കെ നടന്നൊക്കെ ആയിരുന്നു. ഇത് നല്ല ഒരിതല്ലേ, കൊച്ചുപിള്ളേർക്കൊക്കെ ഇടാൻ നല്ല രസമുണ്ട്. എനിക്ക് ഈ ഷർട്ടാണ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ എൻ്റെ റേറ്റ് കണ്ടപ്പോഴത്തേന് ഞാൻ പിന്നെ നൈസിന് എസ്കേപ്പായി. അങ്ങനെ ഓരോ കളക്ഷനിലും കയറി ഞങ്ങൾ ഇങ്ങനെ തെരപ്പരയൊക്കെ നടന്നു. പിന്നെ ഞങ്ങൾ ലിസ്റ്റിൽ കയറിയിട്ട് ഞങ്ങൾ ത്രെഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ ആ ഫ്ലോറിൽ എത്തി. പക്ഷെ നമ്മൾ നേരെ ത്രെഡ് ചെയ്യാൻ പോയില്ല. അതിന് മുന്നേ നമ്മൾ അവിടുത്തെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് പാത്രങ്ങളൊക്കെ നോക്കി ചുമ്മാ അതിലൊക്കെ നടന്നു. എന്നാണ് പാത്ര സെക്ഷനൊക്കെ. പിന്നെ നമ്മൾ നേരെ ബ്യൂട്ടി പാർലറിൽ കയറി അകത്ത് വന്നു. എന്നാണ് ഞാൻ കിടന്ന് ചക്രശ്വാസം വിളിച്ചത് ഇപ്പോഴാണ്. ഇതോടെ കൂട്ടി രണ്ടാമത്തെ തവണയാണ് എനിക്ക് പീരിയൻ ത്രെഡ് ചെയ്യുന്നത്. അത് കല്യാണ സമയത്ത് പീരിയൻ ത്രെഡ് ഇതായിരുന്നു ഫസ്റ്റ് ടൈം, നൂലിട്ട്. അല്ലാതെ എൻ്റെ ചേച്ചിയാണ് എനിക്ക് പ്ലേഡ് വെച്ച് ചെയ്ത് തരുന്നത്. ഇത് പക്ഷേ ഭയങ്കര വേദനയാണ്, സഹിക്കുന്നതിനപ്പുറമായി പോയി വേദന. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ചെയ്തെടുത്തു. താഴ്ഭാഗം, കണ്ണിന് മേൽഭാഗം വരുമ്പോഴേ ഇച്ചിരി വേദനയുള്ളൂ, അല്ലാതെ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. പിരിയൊക്കെ ത്രെഡ് നല്ല സുന്ദരിക്കുട്ടിയായെന്നാണ് വിചാരിക്കും. അങ്ങനെ പിന്നെ വന്ന് എല്ലാം ഓക്കെ ആയി. ഫുഡൊക്കെ ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ് ഫുഡിന് വേണ്ടി. ഞാൻ മസാല ദോശയാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഈ ചെറിയ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു, ബൈ ബൈ.